പോകരുത്. അവന് 10A+ അല്ലേ കിട്ടിയത്, അതിന് സന്തോഷിക്കില്ലേ വേണ്ടത്? 10A+ഓ? ഇനി ഇവനെ പഠിപ്പിക്കാൻ എന്തോരം ചെലവുണ്ടെന്ന് അറിയാവോ? മാർക്ക് വല്ലതും കുറഞ്ഞായിരുന്നു, വല്ല ഹ്യൂമാനിറ്റീസും വിടായിരുന്നു. ഈ ഹ്യൂമാനിറ്റീസ് അത്ര മോശമൊന്നും ഇല്ല, പക്ഷെ എനിക്കിഷ്ടം സയൻസാ. അതിപ്പോ ഫുള്ള് മാർക്ക് ഉള്ളതുകൊണ്ട് അത് നിനക്ക് കിട്ടുമല്ലോ, അതാ ഇപ്പൊ എന്റെ എണ്ണം. എന്നാ പയ്യനൊക്കെ ലഡു കൊടുക്കുന്നേ. എടാ ബിരിയാണി കഴിച്ചിട്ടേ പോവാനുള്ള കേട്ടോ. മോൻ നാട്ട് അകത്തിരിപ്പുണ്ട്, അകത്ത് തന്നെ കൺഗ്രാജുലേറ്റ്. മക്കൾ എവിടെ ആയിരുന്നു മോനെ വൈകിട്ട് പാർട്ടിയൊക്കെ ഉള്ള പോയി ചെല്ലി ഡ്രസ് ഇട്. പാർട്ടിയൊക്കെ വേണം പപ്പ. പിന്നെ വേണ്ട എന്നോ, നിനക്ക് ഒരേ പ്ലസ് ഇല്ലൂടാ. എനിക്ക് പൈലറ്റ് ആവാൻ ആഗ്രഹം. കണ്ടോ ചെറുക്കന് കൊമ്പത്തെ ആഗ്രഹം, അതും പൈലറ്റ്. ഇതൊക്കെ പഠിക്കാൻ നിന്റെ തന്തയുടെ എന്താ ഇരിക്കുന്നടാ, കൊട്ടക്കടക്കിൽ തേങ്ങ ഇരിക്കുന്നു. പപ്പയ്ക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, മോനെ സയൻസ് ഒക്കെ എടുത്തിട്ട് ഒരു ഡോക്ടർ ആക്കണം. അല്ല ഈ മാർക്ക് വെച്ചോണ്ട് സയൻസ് കിട്ടുവോ? എടാ മക്കളെ, നമുക്ക് സ്വന്തം സ്കൂളില്ലയോ, അവിടെ നിന്നെ ചേർക്കുക. സ്കോളർഷിപ്പ് തരുമായിരുന്നു. അതാരാ അവൻ? ആരാടി അവൻ? അവനൊക്കെ ഉള്ളോണ്ടാ നിനക്ക് ഈ കൊമ്പത്തെ പഠിത്തം പഠിക്കണമെന്നുള്ള ആഗ്രഹം. സ്കോളർഷിപ്പിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പൈസ കാണും, അതുപോലല്ല എന്റെ കയ്യില്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തെ ലോകജാലകമായിരുന്നു. ലോകജാലമല്ല, ഏകജാലം. അച്ഛൻ അത്ര പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ +2 സയൻസ് എടുത്തിട്ട് ഡിഗ്രിക്ക് മാത്സ് എടുത്തോളാം. അതാവുമ്പം നല്ലതാണല്ലോ. PSC എഴുതിയിട്ട് തിരുവനന്തപുരത്ത് തെണ്ടിത്തിരി നടക്കാമല്ലോ. പിന്നെ വല്ല സ്കൂളിലും കയറണമെങ്കിൽ ലക്ഷങ്ങൾ ഞാൻ മുടക്കാടാ. എന്റെ കണ്ട കൈയടി ഞാൻ സൂപ്പ മാത്രമേ ഉള്ള കയ്യില്. നീ ഹ്യൂമാനിറ്റീസ് എടുത്താ മതി 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 മതി. പിന്നെ അക്കൗണ്ടിൽ ഒരു 2 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്, ഫ്രണ്ട്സിനൊക്കെ ചെലവ് കേട്ടോ. ചെല്ല് ഇങ്ങോട്ട് ചെല്ലുന്നേ. ആ സുധാകര മോനെ ഒരേ പ്ലസ് ഉണ്ട് കേട്ടോ, ഭയങ്കര ഗ്രാൻഡ് ചെലവാണ് കേട്ടോ, വരണം കേട്ടോ, അന്ന് വെട്ടി വീഴണം. വാ. അച്ഛാ, അപ്പുറത്തെ വീട്ടിലെ സഹിച്ചേട്ടനെ എന്റെ പഠിത്തത്തിന് ചെലവ് മൊത്തം നോക്കാന്ന് പറഞ്ഞു, അതുകൊണ്ടേ ഞാൻ സയൻസ് എടുക്കുക കേട്ടോ. എനിക്ക് 10A+ കിട്ടിട്ടോ. ഇതെന്താണ് ഒരേ റോഡ് നീള ഫ്ലെക്സാ? അങ്ങനെയുണ്ടല്ലോ, തുമ്പയെ കൊണ്ടേ കല്ലെടുപ്പിക്കുക. ഇവിടെ കല്ലെടുക്കാൻ റെഡി ആയിട്ട് പോലും തുമ്പിക്കൊരു താല്പര്യം. എന്തോ ചെയ്യാനാ, ആകെ ഒരു A+ഏ ഉള്ളു, സയൻസ് വേണം താനും. അതൊക്കെ ഞാൻ കൂട്ടിയിട്ട തത്തല്ലായിരുന്നോ, അതുകൊണ്ട് ദൂരെ പോയി സ്കൂളിൽ അങ്ങ് ചേർന്ന് ഇപ്പൊ ഫ്രീ സ്വസ്ഥം. ഇനി ഞാൻ അങ്ങോട്ട് പഠിച്ച് ഇതേ ഒരു ഫ്ലൈറ്റ് വന്നുണ്ടോ, അതിലൊരെണ്ണം ഞാൻ അരിക്ക് ഓടിക്കും. അത് ഫ്ലൈറ്റ് അല്ല, കാക്കയാ. കുഴപ്പമില്ല, ഭാവിയിൽ ഓടിച്ചോളൂ ഞാൻ. അളിയാ ബസ് കാത്തിക്കോ അല്ലയോ? ആടാ അല്ല, എന്തോ ഹനുമാനോ? പുതിയ ഫ്രണ്ട്സേ സ്കൂളിലെ. 10ാം ക്ലാസ്സിൽ 10A+ പഠിച്ച സൽസ്വഭാവിയാ. അല്ല ഈ മൊണ്ണയായിട്ടുള്ള നീ എങ്ങനെ സയൻസ് പഠിച്ച് ജയിക്കാൻ? എന്റെ തന്തയുടെ സ്കൂളല്ലേ, ഓട്ടോമാറ്റിക്കായിട്ടേ ഞാൻ അങ്ങ് ജയിച്ചോളും. അതുകൊണ്ടല്ലേ അങ്ങനെ എന്റെ തന്ത്രപരമായിട്ട് പ്രൈവറ്റിൽ കൊണ്ട് ചേർത്തേക്കുന്നത്, അതും സ്വന്തം സ്കൂളില്. എടാ ഞാൻ പോവാണേ. എന്താ എക്സ്ട്രാ ക്ലാസ് വല്ലതും ഉണ്ടോ? എക്സ്ട്രാ ക്ലാസ് അല്ല, ഗ്രൗണ്ടിൽ ആയിട്ട് ക്രിക്കറ്റ് കളിക്കണം, എന്നിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിൽ കയറോ? കയറും. ചേടാ ഇവൻ ഇവിടെ കാണുമെന്ന് പറഞ്ഞാണല്ലോ, എന്തിയേ? നീ ചൈനയിൽ പോയിട്ട് വന്ന്? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ വന്ന്. വരുമോ അങ്ങോട്ട്? എങ്ങനുണ്ട് ചൈനയിലെ ഡോക്ടർ പഠിത്തമൊക്കെ? കുഴപ്പമില്ല, ഇങ്ങനെ പോന്ന്. ഹായ് പാറ്റ. ചൈനയിൽ പോയിട്ട് കുട്ടിക്കളിക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ. പാറ്റയെ പിടിച്ച് കളിക്കാനല്ല, കഴിക്കാനാ. നാട്ടിലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ല നീ പണ്ട് പറഞ്ഞല്ലോ ഫ്ലൈറ്റ് പറത്താനം കണ്ട് പോകുന്നു, അതുകൊണ്ട് എന്തുവായി? പ്രതീക്ഷിച്ച പോലെ +2 നല്ല മാർക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ഡിഗ്രിക്ക് പോയി. അല്ല മറ്റേ വധൂരി എന്തേ നിന്റെ അച്ഛൻ? അച്ഛനാ ഈ ബിൽഡിങ്ങിന്റെ പണി ഏറ്റെടുത്ത്. 2ാമത്തെ ദിവസം ഇതിന്റെ മണ്ടയ്ക്കൊന്ന് മൂക്കും തെറ്റിയങ്ങ് വീണ്. പിന്നെ ഞാൻ ക്ലാസ്സും മുടക്കി ഞാനാ പിന്നെ പണിയൊക്കെ നോക്കി നടത്തുന്നത്. പുള്ളിക്ക് നീ നന്നായി കാണണമെന്നില്ല, പുള്ളിയെ പോലെ ഇങ്ങനെ ഉള്ള പോലെ ഇങ്ങനെ ഡെയിലി തട്ടിയും മുട്ടി, അതാണ് പുള്ളിയുടെ ഒരു രീതി. ലൈഫ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലല്ലോടാ. ഞാൻ വരാം, അങ്ങ് കുറച്ച് സിമെന്റ് ഇറക്കാനുണ്ട്. ശരിയടാ, ഞാൻ എന്തായാലും വൈകിട്ടോടെ കാണും, അങ്ങോട്ട് ഇറങ്ങും. ആ ശരിയടാ. കണ്ടെത്ര നാളായടാ? നിനക്കറിയാലോ പപ്പയുള്ള സമയത്ത് എനിക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നാൽ മതിയായിരുന്നു. പക്ഷെ പപ്പ പോയതിനു ശേഷം പപ്പയുടെ ബിസിനസ് എല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടത് ഞാൻ തന്നെയായിരുന്നു. നീ പഠിക്കാൻ പോയതോ ഡോക്ടർ, ഇപ്പം ചെയ്യുന്നതോ ബിസിനസ്. നീ പണ്ട് പറഞ്ഞ ഓർമ്മയല്ലേ, ലൈഫ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലടാ. നീ പറഞ്ഞ ശരിയാ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടെന്ന് പറഞ്ഞിട്ടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നില്ലല്ലോ. ശരിയാടാ, ജീവിതത്തിൽ വിജയിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. എനിക്ക് പിന്നെ എൻ്റെ അച്ഛൻ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അധികം പാട് വന്നു. എടാ ഉണ്ടാക്കുന്നതിനേക്കാളും പാടേ ഉള്ള അസറ്റ് നിലനിർത്തുന്നതാ. നിന്റെ ലൈഫ് നീയായിട്ട് തന്നെ സ്പോയിൽ ചെയ്തതാ. ചേട്ടാ എന്റെ മോനായിരുന്നു 10ാം ക്ലാസ്സിലെ പരീക്ഷയില് ഫുൾ A+ ഉണ്ട്, മുട്ടായി വിടറാ.
എടാ കുഴപ്പമില്ല, വേണ്ട എടുക്കണം. അതെ, ചേട്ടന്റെ വീടിന്റെ സൈഡിൽ ഇരിക്കുന്ന 10A+ ഫ്ലെക്സ് ഉണ്ടല്ലോ, അവിടെ എന്റെ മോന്റെ ഫ്ലെക്സ് ഒന്ന് വെച്ചോട്ടെ. ഒരുപാട് എടുത്ത് വെച്ച് ഇനി നോക്കിയപ്പോ സ്ഥലമില്ല. ചേട്ടൻ എവിടെ ആണേലും സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്ന് വെച്ചോട്ടെ. പോട്ടെ, എനിക്ക് ഇന്നെ എഞ്ചിനീയർ ആക്കണം. നാളെ തൊട്ട് എൻട്രൻസിന് കയറണം കേട്ടോ. ഞാനിവിടെ ഒരു പുള്ളിയുടെ കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് വന്നയാ. അതല്ല, നിനക്ക് പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നോവാതെ അടരാതെ പോകാനുണ്ടിനിയേറെ ഓരോരോ കനലൂദിന. എടാ നീ ആയിരുന്നോ ഈ കോൺട്രാക്ടർ? എടാ നിന്റെ കമ്പനിയുടെ ഈ വർക്കുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ പിടിച്ചു തന്നെ നിൽക്കുന്നത്. എടാ താങ്ക്സ് ഡാ. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നാണ് ശരാശരി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി എന്നും പറഞ്ഞ് അമിതമായി രക്ഷിതാക്കൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, നിങ്ങൾ ആ കുട്ടിയുടെ മേൽ ചുമത്തുന്നത് പ്രതീക്ഷയുടെ അമിതഭാരമാണ്. എടാ, അവൾ പ്രസവിച്ചു, ആൺകുട്ടിയാ. ഇവള് പറയാ അവനൊരു പൈലറ്റ് ആക്കണമെന്ന്.